അങ്ങനെ നമ്മളെ ബന്തെടുക്കുന്ന നമ്മൾ കർണാടക ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീർദോശ നമ്മൾ ഡീസലിന് 88 15 കിലോമീറ്റർ ഇരിക്കുന്ന ഒരു ഏരിയ വരെ നമുക്ക് കടൽ കാണാൻ പറ്റും. ഇതെന്താണ് ഇത്? ഇത് അടിപൊളി. ഇത് തുരങ്കപാത എന്താണെന്ന് തോന്നട്ടോ. നമ്മുടെ ഓൾ കേരള ട്രിപ്പിന്റെ ഇന്ന് എത്രയാണ്? 18ാം ദിവസം അല്ലേ? ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, 18ാം ദിവസം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബന്തെടുക്ക കാസർഗോഡ് ജില്ലയിൽ ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ രാത്രി വന്നപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു, നമുക്ക് വഴി നിറഞ്ഞിട്ടല്ലോ. അപ്പോൾ മഴയുണ്ടായിരുന്നു, കാടിനകത്തൂടെയുള്ള യാത്രയാണെന്നാണ് തോന്നുന്നത് മാപ്പ് കണ്ടിട്ട്. അപ്പോൾ മാപ്പും കുറച്ച് സഹായിച്ച് കറക്കി അടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ബാക്കി നമ്മൾ അതൊക്കെ പറഞ്ഞു, യാത്രയുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. എന്തായിരുന്നാലും ഇപ്പോൾ നമ്മൾ ബന്തെടുക്ക PWD റെസ്റ്റ് ഹൗസിലാണ്. ഇവിടുന്ന് നമ്മൾ ഇനി കർണാടക ബോർഡർ, ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്ററിനകത്ത് കർണാടക ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ പോയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കാസർഗോഡ് ജില്ലയിലെ ബാക്കി കാഴ്ചകൾ കാണും. എന്നിട്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ നമ്മൾ എന്താണ് വൈകുന്നേരം ലൈവ് ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു തരുന്നത്, ഇത് പിന്നീടായിരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു സെലിബ്രേഷൻ പോലെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നേരെ വൈകുന്നേരം നമ്മൾ തിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം 14 ജില്ലകളിലെയും മെയിനായിട്ടുള്ളതും അല്ലാത്തതുള്ള സ്ഥലങ്ങൾ കവർ ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മളൊരു ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ ഇന്ന് ഫൈനൽ ഡേ ആണ്, ലാസ്റ്റ് ദിവസം. നമ്മൾ വിചാരിച്ചതുപോലെ 15 to 20 ദിവസത്തിൽ 19 ദിവസം ആവും. ഇന്ന് 18, അപ്പോൾ നാളെ നമ്മൾ എത്തുമ്പോൾ 19 ദിവസം നമുക്കാവും. സ്പോൺസർ ചെയ്ത ആൾക്കാരെയും ഇതിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറയാണ്. ബന്തെടുക്ക റെസ്റ്റ് ഹൗസിൽ നിന്ന് ഞാൻ റൂം കാണിച്ചു തരാം. നമ്മുടെ കാറ് ആ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. റൂം കാണിച്ചു തരാം. 2 റൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ബാത്റൂം ആ ഭാഗത്തുണ്ട്. ഓക്കെ, ഇതാണ് റൂം. നമ്മളെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ലഗേജുകളും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി കർണാടക ബോർഡറിലേക്ക്. നമ്മുടെ ഓൾ കേരള ട്രിപ്പ് ഇപ്പോൾ കർണാടകത്തിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ല, അവിടെ നിന്ന് കർണാടക ബോർഡർ ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ നമുക്ക് ഇവിടെ സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ബോർഡർ കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴി വളരെ സുന്ദരമാണ്. 2 സൈഡ് കാടാണ്, ഫോറസ്റ്റിനകത്തൂടെയാണ് പോകാനുള്ളത്. 2 സൈഡും വളരെ വലിയ മരങ്ങളും അതുപോലെ തന്നെ വള്ളിച്ചെടികളും നല്ല പച്ചപ്പ് ഉള്ള ഒരു സ്ഥലം. അതിൻ്റെ നടുക്കുകൂടിയാണ് നമുക്ക് പോകാനുള്ളത്. കുറച്ച് ദൂരം ഫോറസ്റ്റ് ഏരിയയാണ്. ആ ഏരിയ കഴിഞ്ഞ് വേണം നമുക്കിനി പോകാനുള്ളത്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത്. എന്തായിരുന്നാലും ഇത്ര അടുത്ത് വന്ന സ്ഥിതിക്ക് കർണാടക ബോർഡറിലൂടെ, നമ്മൾ കർണാടക സ്റ്റേറ്റിലൂടെ കയറിയതിന് ശേഷം തിരിച്ചു പോകാമെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്, സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. പോകുന്ന വഴി വളരെ മനോഹരമാണ് കേട്ടോ കാഴ്ചകൾ. കുറച്ച് കാടാണ് എങ്കിലും വളരെ മനോഹരമാണ്. കുറച്ച് ദൂരം നമുക്കിങ്ങനെ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാനുണ്ട്. അങ്ങനെ നമ്മളെ ബന്തെടുക്കുന്ന നമ്മൾ കർണാടക ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇത് കർണാടക സ്റ്റേറ്റിൽ കയറിയിട്ട് ഉള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. എഴുത്തൊന്നും നമ്മൾ കന്നഡ എഴുത്താണ്, നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു ചെറിയൊരു ഫോറസ്റ്റ് പോലുള്ള ഏരിയ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ജംഗ്ഷനിലോട്ട് പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. ദോശ ദോശ ഇവിടെ ചപ്പാത്തി ആരായി ചപ്പാത്തി നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. ദോശ കർണാടകയിലെ ദോശയും ദോശയൊക്കെ അപ്പമാണോ? ദോശ കഴിച്ചത് 150 രൂപയായി. ചപ്പാത്തി, നീർദോശ, കടല സാറു, ചട്നി. ഓക്കെ, എത്രയായി? 150 രൂപ. 150. ഓക്കെ, ഇവിടെ അടുത്തുള്ള ജംഗ്ഷൻ ഏതാ? സുള്ളിയ ടൗൺ. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെയാണ് താമസം? 3 പേരല്ലേ? ഓക്കെ, ഉച്ചയ്ക്ക് എന്താ ഇവിടുത്തെ ഭക്ഷണം? കഞ്ഞി, ചമ്മന്തി, പിന്നെ ചോറ്, ചോറ് തന്നെ പറയണേ. ഊട്ട. ഓക്കെ, ഇവിടെ ഇത് നമ്മൾ ബോർഡർ കഴിഞ്ഞാണ്ട് നമുക്ക് മലയാളം എല്ലാം മനസ്സിലാവും അല്ലേ? മലയാളി എന്ന് പറയുമ്പോഴേ അല്ല ഞാൻ ചോദിക്കുന്ന അച്ഛനമ്മ അവരെ അച്ഛനമ്മയൊക്കെ കാസർഗോഡാണോ? കാസർഗോഡ്. ഓ, അവിടെ നിന്നാണ് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നതാണ്. പേരെന്താണ്? ജയശ്രീ, കവിത, വനിത. ഓക്കെ, ശരി, കാണാട്ടോ. അപ്പം നമ്മൾ കർണാടക ബോർഡർ, കാസർഗോഡ് കർണാടക ബോർഡറിന് അടുത്ത് വന്നതാണ്. അപ്പോൾ നമുക്കൊരു മോഹം കർണാടക ബോർഡർ കയറിയിട്ട് ജസ്റ്റ് കറങ്ങി അങ്ങ് പോകാൻ. അപ്പോൾ നമ്മൾ ബോർഡർ കയറി ഒരു സ്ഥലം നോക്കി വന്നിട്ട് കുറേ ദൂരം ഇങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെയും ഒരു മോഹം എന്താണ്, ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ വന്ന് നമ്മളിതാ ഇവിടെ ഒരു ഹോട്ടൽ കയറി അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചു. എന്താണ് ദോശ, നമ്മുടെ അവിടെ ദോശയും ചപ്പാത്തി ഉണ്ട്, ചായ സ്പെഷ്യലായിരുന്നു. ബാക്കിയുള്ളത് കൊള്ളാം. കടലക്കറി, ചമ്മന്തി, ദോശ, ചപ്പാത്തി ഇതൊക്കെ കഴിച്ചിട്ട് അവർക്ക് മലയാളം അറിയാം, കന്നഡ സംഭവം അവരൊക്കെ അറിയാം. അവരെ ലാംഗ്വേജ് കേൾക്കാനൊക്കെ എളുപ്പമല്ല, രസമുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ സുള്ളിയ എന്ന് പറയുന്ന ടൗണാണ് ഇവിടെ തൊട്ടടുത്ത് വരുന്നത്. അപ്പോൾ സുള്ളിയ ടൗൺ ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് കാസർഗോഡ് തന്നെ പോകും കേട്ടോ. ഇവിടെ രാവിലെ തന്നെ ഒരു മാർച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. പോവാം. കമ്പ്യൂട്ടറായി കിട്ടിയാ? ഓക്കെ, ഇനി പൊക്കോ, ബാഗ് പൊക്കോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് കർണാടകയിലെ സുള്ളിയ എന്ന് പറയുന്ന ടൗണിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടൗണാണ് സുള്ളിയ എന്ന് പറയുന്നത്. ഇവിടെ രാവിലത്തെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, ആൾക്കാർ ജോലിക്ക് പോകുന്ന തിരക്കിലാണ്, കടകൾ തുറക്കുന്നുണ്ട്. രാവിലെയാണ് സമയം. എന്നാലും മഴ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ കണ്ടു കാണും, നല്ല രീതിക്ക് മഴയുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് കടകളും അതുപോലെ തന്നെ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ സുള്ളിയ എന്ന് പറയുന്നത്. രാവിലെ തന്നെ അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. സുള്ളിയ ടൗണിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ ഉള്ള അത്യാവശ്യം കാഴ്ചകളൊന്ന് കണ്ടുവരാം. അതായത് ആ ടൗൺ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം കേട്ടോ.
നമ്മൾ ഡീസലിന് 88.96 89 രൂപയാണ് ഡീസൽ. പെട്രോളിന് 92. ഓ പെട്രോളിന് 92 57. അത് നമ്മളവിടെ പെട്രോളിന് 92, ഇവിടെ 88.96 ഡീസലിന്. അങ്ങോട്ട് പോയത് നമ്മൾ ബന്ദെടുക്കയിൽ നിന്ന് നേരെ കർണാടക ബോർഡർ കയറി സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. പോയപ്പോൾ നമ്മൾ വിചാരിച്ചു അതുവഴി തന്നെ ആ ഫോറസ്റ്റ് ഇല്ലേ അതുവഴി തന്നെ നമുക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോയപ്പോൾ നമുക്കിനി അടുത്ത് പോകാനുള്ള സ്ഥലമായിട്ട് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴിയല്ല കാണിക്കുന്നത്, വേറൊരു വഴിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബോർഡർ കയറുന്നു, അടുത്ത് ആ റോഡിലേക്ക് ഇറങ്ങുന്നു, അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ്. അതായത് ആ ബോർഡറിൻ്റെ അടുത്തുകൂടെ ഉള്ള ഒരു റോഡിൽ കൂടെ തന്നെയാണ് നമ്മൾ നേരെ പോകുന്നത്. ഇനി കാസർഗോട്ടേക്കാണ്. ആദ്യം നമ്മൾ കർണാടക പോയതുകൊണ്ട് ഇനി കാസർഗോഡേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിയാണ്, നമ്മൾ നേരത്തെ വന്ന വഴിയല്ല, വേറൊരു വഴിയാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത്. അത് നമ്മൾ പിന്നെ കേരളത്തിൽ കയറിയിട്ടുണ്ടേ. നമ്മളിപ്പോൾ പോയത് സുല്യ എന്ന് പറയുന്ന ഒരു ടൗണിലാണ്. നമ്മളതിന് മുന്നേ കഴിക്കാൻ കയറിയത് ഒരു ചെറിയൊരു കടയിൽ. നമ്മളത് ആ ടൗൺ കാണുമ്പോഴാണ് ആ കട കണ്ടത്. പുതിയ കടയായിരുന്നു. നമ്മൾ കടയിലെ വിഷലൊക്കെ കാണിച്ചു. പുതിയ കട, 15 ദിവസം ആയിട്ടുള്ളവർ 3 ലേഡീസാണ് ആ കട നടത്തുന്നത്. അവിടുന്ന് ഫുഡ് കഴിച്ചു. അതിന് ശേഷം നമ്മൾ സുല്യ ടൗണിൽ പോയി. ഇവിടത്തെക്കാളും ഒരുപാട് 10 രൂപ അല്ലേ കുറവ് പെട്രോൾ ഡീസലിന്. 10 രൂപ അടുപ്പിച്ച് കുറവുണ്ട് ഇവിടെ ഡീസലിന്. അങ്ങനെ ഡീസലൊക്കെ അടിച്ചു. ഇനി അടുത്ത് നമുക്ക് പോകാൻ പോകുന്നത് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് ദൂരം കയറിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ കയറി ബോർഡർ കഴിഞ്ഞു. ബോർഡർ കർണാടക അങ്ങനെ ഉള്ള റോഡിൽ കൂടെ പോകണേ. 54 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഇവിടെ ബേക്കൽ ഫോർട്ട് വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നമ്മുടെ 14ാമത്തെ ജില്ലയായ കാസർഗോഡ് വന്നപ്പോഴാണ് ഇങ്ങനെ കർണാടക പോകണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം വന്ന് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടുന്ന് കാപ്പി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് കാസർഗോഡ് ജില്ലയിൽ അത്യാവശ്യം വേണ്ടുന്ന സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് നമ്മുടെ ട്രിപ്പ് അവസാനിച്ച് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന വഴിക്ക് നമ്മൾ ബന്ദെടുക്ക എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു സ്റ്റേ. നമ്മളെ മാപ്പ് കുറച്ച് കറക്കി നമ്മൾ വന്ന വഴിയൊക്കെ നമ്മൾ ഒരുപാട് കിടന്ന് ചുറ്റി. രാത്രിയായി. നമ്മൾ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുന്നുള്ള ഇത് കണക്കിലാണ് 6 മണിക്ക് നമ്മൾ തിരിച്ചത്. നമ്മൾ അവസാനം പോയ സ്പോട്ടിൽ നിന്ന് 6 മണി 6-6:30 ആയപ്പോൾ തിരിച്ചു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ 10:30 ആയില്ലേ അല്ലേ? ഇതിനിടയ്ക്ക് ഫുഡ് ചായ കൂടി ഇതൊക്കെ കഴിഞ്ഞു. എന്നാലും 10:30 അടുപ്പിച്ചായി നമ്മളിവിടെ എത്തിയപ്പോൾ. ഹൈവേ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ റോഡ് പിടിച്ചാണ് വന്നത്. പക്ഷേ എവിടെയോ വെച്ച് മാറിപ്പോയി. കുറച്ച് കറങ്ങി, നല്ലവണ്ണം കറങ്ങി അടിച്ചാണ് നമ്മൾ വന്നത്. ഇടയ്ക്ക് പല വഴികളിലും പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വന്നപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തപ്പോൾ മരം വീണിട്ടുണ്ടായിരുന്നു. കഷ്ടിച്ചു കാറ് വരാൻ സ്പേസിന് മാത്രം സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഇറങ്ങി വരാം. നമ്മളൊരു നല്ലൊരു ഹൈറ്റിൽ കയറിപ്പോയി. ഹൈ റേഞ്ച് പോലുള്ള രാത്രിയാണ് നമുക്ക് അറിഞ്ഞൂടാ റോഡ്, ചിലപ്പോൾ അല്ലായിരിക്കും. എന്തായിരുന്നാലും ഹൈ റേഞ്ച് പോലുള്ള ഒരു സ്ഥലത്തോട്ട് കയറി നല്ല ഹൈറ്റിലേക്ക് പോയി. മുകളിൽ നിൽക്കുമ്പോൾ അറിയാം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. തിരിച്ചും അതുപോലെ തന്നെ നല്ല ഇറക്കമായിരുന്നു. തിരിച്ച് ഇറങ്ങിയ ടൈമിനാണ് മഴ പെയ്തു. ഭയങ്കരമായിട്ട് മഴ പെയ്തപ്പോൾ അറിഞ്ഞൂടാത്ത റോഡ്, കുഞ്ഞു റോഡ്, 2 സൈഡ് കാട്, പിന്നെ നല്ല ഹൈറ്റാണ്. അപ്പം മരം വീണത് ഒന്ന്,
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോർഡുകൾ വെച്ചിട്ടുണ്ടെന്നാണ് ഈ കല്ല് വീഴുന്ന സ്ഥലമാണ്, കല്ല് മുകളിൽ നിന്ന് ഉരുണ്ട് വീഴാൻ സാധ്യതയുണ്ട്. അത് പിന്നെ വന്ന വഴിക്ക് രാത്രിയിൽ കുറച്ച് വിഷലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വന്ന വഴിക്ക് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കല്ല് വീണിരിക്കുന്നത് കണ്ടു. റോഡ് സൈഡിൽ തന്നെ ഒരുപാട് വലിയ കല്ലുകൾ ഇങ്ങനെ വീണിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് കോടമഞ്ഞ്. നമ്മൾ മഞ്ഞെന്ന് പറയുമെങ്കിൽ നമ്മൾ പൊന്മുടിയിൽ അവിടെ ഇടയ്ക്ക് നിന്ന് കാണുന്ന മഞ്ഞ് നമുക്ക് ഭയങ്കര സന്തോഷം തരും. പക്ഷേ ഡ്രൈവിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള മഞ്ഞ് നമുക്ക് അകത്തും പുറത്തും ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ അതല്ല, ഇതിനപ്പുറം നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. അത് ഇപ്പോൾ നമ്മൾ പോയ വഴിക്ക് തന്നെ 1-2 സ്ഥലത്ത്, ഒന്ന് നമ്മൾ മൂന്നാർ പോയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്ക് ഇടുക്കിയിൽ തന്നെ നമ്മൾ എവിടെയാണത് ഏറ്റവും വലിയ പ്രശ്നം നേരിട്ടത് നമുക്ക് വയനാട് ജില്ലയിലെ മിനി ഊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. വയനാട് മിനി ഊട്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇതേ സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ എവിടെ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. നമ്മൾ മഞ്ഞ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. നമ്മൾ ഇവിടെ ഇതിപ്പോ തിരിച്ചു വന്നപ്പോ പാൽച്ചുരം നമ്മൾ വയനാട് നിന്ന് തിരിച്ചിറങ്ങിയപ്പോ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. 2 സൈഡും കൊക്ക പോലെയാണ്, ഹെയർപിന് പോലത്തെ വളവ്. അപ്പൊ റോഡ് ഫ്രണ്ടില് റോഡ് കണ്ടുകൂടാ നമുക്കല്ലേ? റോഡ് കാണാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഈ എല്ലാരും പറയും യെല്ലോ ലൈറ്റ് വെച്ചാൽ നമുക്ക് മഞ്ഞ് ഒരുവിധം കണ്ടു പോകാൻ പറ്റും, മഞ്ഞിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മളിൽ യെല്ലോ ലൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വയ്ക്കുന്നതും എന്തോ പ്രശ്നമാണ്, ഫൈന് കാണും എന്നുള്ളതിലുകൊണ്ടാണ് ഞാൻ വയ്ക്കാത്തത്. എന്തായിരുന്നാലും നമ്മൾ അതിൽ നിർത്തിയിടാന്ന് വെച്ചാലും പറ്റത്തില്ല. കാരണം 2 സൈഡ് കൊക്കയാണ്, ഇന്നലെ കാട്ടിനകത്തൂടെയൊക്കെയാണ് പോയത്. ഫോറസ്റ്റ് ആയിരുന്നു വന്ന വഴി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഇന്നലെ നല്ല രീതിയിൽ നമുക്ക് യാത്രയിൽ ഇവിടെ ഈ ബന്ധെടുക്കാന്ന് പറയുന്നത് ഇനി ഇടയ്ക്കൊന്നും ആരുടെ ചോദിക്കാനും പറ്റില്ല, ആളില്ല. ഒന്നാമത്തെ കാര്യം ചോദിക്കാനും പറ്റത്തില്ല. അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതും പ്രശ്നമാണ്. അങ്ങനെ എന്തായിരുന്നാലും നമ്മൾ ഇന്നലെ എത്തിയതിന് ശേഷമാണ് ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ഇറങ്ങിയിരിക്കണം. നമ്മൾ അല്ലാതെയും വഴികളിൽ വേറെയും ആലപ്പുഴ ജില്ലയിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വെള്ളം കയറി കിടക്കുന്ന മഴയുടെ പ്രശ്നത്തിന് നല്ല രീതിയിൽ വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ലാസ്റ്റ് ദിവസത്തെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്ന് ഒരു സ്പോട്ടിൽ പോയിട്ടില്ല, കാരണം കോഴിക്കോട് ബീച്ചും അതുപോലെ തന്നെ നമ്മളെ ലൈവ് വന്നപ്പോൾ പറഞ്ഞായിരുന്നു. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കണ്ണിലും മുന്നിലും മുഖം മുഴുവൻ ഈ മണൽ വന്നടിച്ച് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ കാറ്റ് വന്ന് തുടങ്ങി ശേഷം അവിടെ ആരുമില്ല, കച്ചവട സ്ഥാപനങ്ങളൊന്നുമില്ല, എല്ലാവരും ഓടി. നമ്മൾ 2 വാക്കിനായിപ്പോയി. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു യാത്രയായിരുന്നു കേരള യാത്ര. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കർണാടകയിൽ വരാൻ പറ്റി. കർണാടക വന്നപ്പോഴത്തേക്ക് ഉള്ള സാഹചര്യം എല്ലാവർക്കും മലയാളം അറിയാം. നമ്മൾ പിന്നെ ഈ ബോർഡർ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെയുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിലോട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ബോർഡർ ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും മലയാളം അറിയാം, നല്ലോണം അറിയാം, മലയാളം അറിയാം. എന്തായിരുന്നാലും കർണാടക ബോർഡറിൽ എത്താൻ പറ്റി. നമ്മുടെ യാത്രയിൽ നമ്മൾ വിചാരിച്ചിരുന്നതല്ല. പിന്നെ ബന്ധെടുക്ക എന്ന് പറയുന്ന സ്ഥലം ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ബോർഡറായിരുന്നു. അത് നമുക്ക് രാവിലെ എണീറ്റ് മാപ്പ് നോക്കിയപ്പോഴാണ് തൊട്ടടുത്താണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മഞ്ചേശ്വരം അല്ലേ? ഇപ്പം മഞ്ചേശ്വരം അത് അവിടെ പോയിട്ട് ടോപ്പിൽ പോകാന്നുള്ള ബോർഡർ ചാടാന്നുള്ള രീതിയിലാണ് നമ്മൾ നിന്നത്. പക്ഷെ നമ്മൾ ഈ റൂം എടുത്തത് കുറച്ച് ബോർഡറിനടുത്താണ്. അങ്ങനെ രാവിലെ നോക്കിയപ്പോൾ ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിലേക്ക് എത്തും. അങ്ങനെയാണ് നമ്മൾ രാവിലെ വേറെ സ്പോട്ടുകളൊന്നും പോവാതെ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇനി നമ്മൾ പോകാൻ പോകണം ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ചോദിച്ച സാധനങ്ങൾ അത്യാവശ്യം വില കുറവല്ലേ? അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരക്കിയപ്പം നമ്മൾ അവിടത്തെക്കാളും വില വ്യത്യാസമുണ്ട്, കുറവാണ്. ഡീസൽ വില കുറവാണ്. രൂപയുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ പോകുന്ന ഇവിടുത്തെ കാസർഗോഡ് കുറച്ച് സ്ഥലങ്ങൾ പോവുക, തിരിച്ച് പാക്ക് ചെയ്യുക. നമ്മുടെ ഓൾ കേരള ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ജൂൺ 25 മുതൽ തുടങ്ങി ജൂലൈ 13 തീർന്നായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് വരുന്ന ദിവസങ്ങളിൽ കണ്ട കുറേ കാഴ്ചകൾ നമ്മൾ പിന്നീട് വന്നതിന് ശേഷമാണ് എഡിറ്റ് ചെയ്തത്. കുറേ കാര്യങ്ങൾ നമ്മൾ പോയ വഴിയിൽ തന്നെ എഡിറ്റ് ചെയ്തു. ക്ഷീണം കാരണം പിന്നീട് വന്നതിന് ശേഷമാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടുകയുണ്ടായത്. പോയ വഴിക്ക് നമ്മൾ ഒരുപാട് റോഡ് പണികളൊക്കെ നടക്കുന്ന കണ്ടു. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ച് വലിയ 2 ദുരന്തങ്ങൾ നമ്മുടെ ഷിരൂരിലുണ്ടായതും അതുപോലെ തന്നെ വയനാടിൽ ഉണ്ടായ 2 ദുരന്തങ്ങൾ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരളക്കാരെയും
ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും വിഷമിപ്പിക്കുന്ന വലിയ ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടത്. അത് നമ്മൾ അന്ന് വന്ന വഴിക്ക് നമ്മൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ കണ്ടായിരുന്നു. നമ്മൾ അന്ന് വന്നപ്പോഴും നമ്മൾ സംസാരിച്ചത് ഇതൊക്കെയാണ്. ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മണ്ണിടിച്ച സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ പാറക്കോറികളൊക്കെ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. അന്ന് നമ്മൾ സംസാരിച്ചത് ഇതിനെ പറ്റിയിട്ട് കേട്ടോ. ജാസി കാണിച്ചു, ജാസി കാണിച്ചു. 24 25 15 കിലോമീറ്റർ. ഈ റോഡ് അല്ല നമ്മൾ ഇന്നലെ പോയത്. ഇന്നലെ നമ്മൾ ഈ റോഡ് വിട്ടിട്ടാണ് മറ്റേ റോഡ് പോയത്. ഇത് പണി നടക്കണം. ആ പാലമല്ല, ആ പാലം അതുപോലത്തെ വേറെ പാലമായിരിക്കും. പണി നടക്കണതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതുപോലെ ചെയ്ത് കുറച്ച് ഭാഗം ഇന്നലെ കണ്ടായിരുന്നില്ലേ പുള്ളി ഇവിടെ. അത് ഇങ്ങോട്ട് തിരിഞ്ഞില്ല. അപ്പൊ മിക്കവാറും ആ ജംഗ്ഷനിലായിരിക്കും പോയി ഇറങ്ങണത്. അല്ല മണ്ണിൽ അവിടെ ചെയ്ത് വെച്ചേക്കണത്. ഇതിന്റെ അളവ് കിടക്കണം. മണ്ണിന്റെ പുറത്ത് ഇവര് മണ്ണ് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ പറ്റില്ല എന്തോ സെറ്റപ്പ് ചെയ്തേക്കണം. പക്ഷെ ഇടിഞ്ഞ് വീണിട്ടുമില്ല. അതുകൊണ്ടാ പാടാണ് കിടക്കുന്നത്. ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ചാ എവിടെ ഇരിക്കുക? പിന്നല്ല കോൺക്രീറ്റ് അതിന്റെ പുറത്തോടെ വാരി വെച്ചെന്ന് പലയിടത്തും കണ്ടിട്ടുണ്ട്. നെറ്റ് ഇട്ട് അടിച്ചുറപ്പിച്ച് വെച്ചേക്കണ കണ്ടിട്ടുണ്ട്. ദാണ്ട ഇവിടെ പടലോടെ പോയേക്കണത്. ദാണ്ട ഇത് മണ്ണ് ഇടിച്ച് വാരിയതായിരിക്കും. റോഡ് ലെവലാക്കാൻ വേണ്ടിട്ടേ, വീതി കൂട്ടാൻ വേണ്ടിട്ടൊക്കെ മണ്ണ് ഇടിച്ചതായിരിക്കും. സിമന്റ് വെച്ചടിച്ച് അപ്പോൾ നമ്മൾ ബേക്കൽ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ടായിരുന്നു. രാവിലെ അവിടെ ഒരു മയിലിരിപ്പുണ്ട് ആ തെങ്ങിൽ. മിക്കവാറും പറക്കുന്നത് കിട്ടും. ഇരിക്കുന്ന കണ്ട 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 മയിലിനെ ഓട്ടിച്ച് വിട്ടപ്പോൾ എന്ത് സന്തോഷമല്ലേ. അപ്പം 60 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിവിടെ ബേക്കൽ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. പാർക്കിങ്, ഇത് പാർക്കിങ്ങാണ്. പാർക്കിങ്ങിന് 30 രൂപ, ആൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഓക്കെ, അകത്തോട്ട് പോകാം. അകത്തോട്ട് പോയിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. പൊപ്പി 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 മുന്നപ്പൊപ്പി മുന്നപ്പൊപ്പി. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. അറബിക്കടലിൻ്റെ തീരത്തായി 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണികഴിപ്പിച്ചതാണ്. അപ്പോൾ ആൾക്ക് 25 രൂപയാണ് ടിക്കറ്റ്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൊണ്ടാണ്. ഈ പ്രദേശം പണ്ട് കദംബര രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലോത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിന് കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം പ്രദേശം ബദിനൂർ രാജാവിൻ്റെ അധീനതയിലായി. കുംബ്ലയിലെ ഇക്കേരി നായക്കന്മാർ എന്നറിയപ്പെടുന്ന ബദിനൂർ നായക്കന്മാരിലെ ശിവപ്പ നായിക്ക് 1650 ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ കോലോത്തിരി രാജാക്കന്മാരുടെ കാലത്ത് കോട്ട ശിവപ്പ നായിക്ക് പുതുക്കി പണിതതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാണിക്കുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. 1763 അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കാനറ ജില്ലയുടെ ഭരണപരിധിയിലായി. ഈ കോട്ട പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൊണ്ടാണ്. കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുമാണ്. സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ്.
കോട്ടയുടെ മധ്യഭാഗത്തെ നിരീക്ഷണ ഗോപുരം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലെത്തിക്കുന്നതിനായി ചരിവുള്ള പ്രതലമാറ്റാണ് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയ്ക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിൽ ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു മുസ്ലിം പള്ളിയുമുണ്ട്. ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റും ഇന്ന് വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ ഒരു ടിക്കറ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളകത്തോട്ട് കയറുമ്പോൾ കാണുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഉദ്യാനം തന്നെയാണ്. പൂന്തോട്ടങ്ങളും പിന്നെ നമ്മുടെ ചീങ്കക്കല്ല് കൊണ്ടുള്ള നടപ്പാത. അങ്ങോട്ട് കോട്ടയുടെ ഭാഗങ്ങൾ ഉയർന്ന് കാണാം. പിന്നെ സൈഡിൽ കൂടെ നടന്ന് പോകാൻ വേണ്ടിയിട്ട് കോട്ടയിൽ വഴിയുണ്ട്. വാൽക്കുളമാണ്. വാൽക്കുളം തന്നെ ആയിരിക്കും അല്ലേ പണ്ടത്തെ? ഈ കിണറിനെ വാൽക്കുളം ആക്കിയതാണ്. എന്തായാലും അവിടെ നിന്ന് പടിക്കെട്ടുകളുണ്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ നമ്മുടെ നാട്ടുപുറത്തൊക്കെ കാണുന്ന വാൽക്കുളത്തിൻ്റെ മോഡലാണ് ചെയ്തിരിക്കുന്നത്. പാറ നമ്മൾ കോട്ടയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അത്രയും പല ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഓരോ നിർമ്മിതികൾ കാണാം. അപ്പുറത്തായിട്ട് നമ്മുടെ കടലും കാണാം. നമുക്കിത് ഇവിടെ ഇങ്ങനെ കോട്ടയുടെ മുകളിലേക്ക്, അതായത് ഒരു കൊത്തളം എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ കൈവരികളുണ്ട് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. മുകളിലോട്ട് പോയി നോക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ പല സൈഡിലായിട്ട് കാണണം. എന്തായാലും ഒരു സൈഡിൽ നല്ല ഹൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറുകയാണേ. പുറത്ത് മയിൽ വിളിക്കുന്നത് നന്നായിട്ട് കേൾക്കാം. നമ്മൾ പുറത്ത് നിന്നപ്പോൾ കണ്ടായിരുന്നു. എന്താണ് മയിൽ വിളിക്കുന്നത് അല്ലേ ക്ലേ? ഓ, മയിൽ വിളിക്കുന്നു. നമ്മൾ മയിലിനെ കണ്ടല്ലോ. മക്കളെ കണ്ടില്ലേ? ഞാൻ കണ്ടു. അപ്പോൾ ഇത് അവിടെ താഴെ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പുറത്ത് കടൽ കാണാം കേട്ടോ. കടൽ കാണാം. പിന്നെ കോട്ടയുടെ പല ഭാഗങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മളതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്ന് ഒരു ഏരിയ വരെ നമുക്ക് കടൽ കാണാൻ പറ്റും. അതെ, ഒരു മുക്കാൽ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കടലാണ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്നാണ് കയറി വന്നത്. ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി വരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗം മുതൽ ഇങ്ങനെ കറങ്ങി ഈ ഭാഗം വരെ നമുക്ക് കടൽ കാണാൻ പറ്റും. പിന്നെ കോട്ടയുടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഭാഗത്തൂടെ ഒക്കെ നടവഴികളുണ്ട്. ഇങ്ങനെ നടന്ന് ഇതുപോലെ തന്നെ കൊത്തളങ്ങളപ്പുറവും പല സ്ഥലങ്ങളിലായിട്ടുണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ബാക്കി ഒത്തിരി ചെടികൾ നട്ട് മനോഹരാക്കിയിട്ടുണ്ട് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡിൽ മുഴുവൻ നമുക്ക് ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് നടപ്പാതകളുണ്ട്. പണ്ട് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വേറെ ആയിരുന്നു. ഇപ്പം നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ചാർജിൽ എടുക്കുന്നതുകൊണ്ട് അവിടെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഈ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു കൊത്തളം പോലെയുണ്ട്. പിന്നെ ഇങ്ങനെ നടന്ന് ചുറ്റിനും പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്താണ് നമ്മൾ കയറിയത്. ഇതുവഴിയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള വഴി. അപ്പോൾ നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൂടെ കണ്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഇത് ഒരുപാട് ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഈ കോട്ട. ഒരു നല്ലൊരു ഏരിയ തന്നെ അതുകൊണ്ട് നമുക്ക് പല സൈഡിലോട്ടും പോവാം. ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് ഇതുവഴി ഒരു വഴി കിടക്കുകയാണ്. ആ കാണുന്നത് ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുക. അങ്ങോട്ട് മുകളിലോട്ട് പ്രവേശനമില്ല. അപ്പോൾ ഇതുവഴി നമുക്ക് നടന്നു ഇനി അങ്ങ് കടലിനടുത്തേക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ചീങ്കക്കല്ല്. അതായത് ഇന്നലെ നമ്മൾ കണ്ടു ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയായിരുന്നു. വെള്ളം സിനിമയിൽ കാണിക്കുന്നത് ചീങ്ക. അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലത്തു നിന്നായിരിക്കും മിക്കവാറും അത് വെട്ടിയെടുക്കുന്നത്. അത് സാധാ മണ്ണിൽ നിന്നും നല്ല കട്ടിയുള്ള പാര് മണ്ണ് പോലുള്ള ഒരു സംഭവത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ ചീങ്കക്കല്ലെന്ന് പറഞ്ഞാൽ. നമ്മളവിടെ ഹോളോ ബ്രിക്സ് ചുടുകല്ല് ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ വീട് കെട്ടാനും കെട്ടിടങ്ങളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചീങ്കക്കല്ലുകളാണ്. പലയിടത്തും നമുക്കത് കാണാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ അതുപോലെയാണ് അത് ഈ കോട്ട മുഴുവൻ കെട്ടിക്കുന്നത് ചീങ്കക്കല്ല് ഉപയോഗിച്ചാണ് കേട്ടോ.
ഇത് അതുപോലെ അടുത്തൊരു സ്ഥലമാണ്. കുറേ ദൂരം നടന്ന് ഈ കോട്ടയുടെ എൻഡിലെ അവസാനത്തെ മതിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയും കാണാം നമുക്ക് നല്ല വീതിയാണ്. ഇവിടെ നമ്മൾ മറ്റ് 3-4 കോട്ടകൾ നമ്മൾ പോയായിരുന്നു ഈ യാത്ര തന്നെ. അവിടെയും കാണാൻ സാധിച്ചു. അത്ര വീതി ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വീതി, അതായത് 1, 2, 3 ഏകദേശം 3 ചീങ്ക കല്ലുകൾ വച്ചിട്ടുള്ള വീതിയാണ് ഈ മതിലിന് കൊടുത്തേക്കുന്നത്. നമ്മൾ ഏകദേശം കടലിനോട് അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൂടെ കയറിയിട്ട് നോക്കട്ടെ. ഇതെന്താണ് ഇത്? ഇത് അടിപൊളി. ഇത് തുരങ്കപാത എന്താണെന്ന് തോന്നട്ടോ. അടിപൊളി. കടലിലേക്ക് എന്തോ തുറക്കുന്ന ഒരു തുരങ്കമാണെന്ന് തോന്നട്ടോ. മുകളിൽ ഇതാണ്, ഇവിടുന്ന് പടിക്കെട്ട് ഇറങ്ങി ഇത് കടലിലേക്ക് തുറക്കുന്ന ഒരു തുരങ്കപാതയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അടച്ചിട്ടുണ്ട്, ലോക്കഡാണ്. കണ്ടോ, എന്തായിരുന്നാലും അങ്ങനെ ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് കോട്ടയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെയൊക്കെ നമ്മൾ വേറെയും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട്. എന്തായിരുന്നാലും ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് കടൽ കാണാം. അതിനപ്പുറം മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന ബോട്ടുകൾ ഇഷ്ടംപോലെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇതിൻ്റെ വീതി നിങ്ങൾ കണ്ടാൽ മനസ്സിലാകണ്ട, ഇത്രയും വീതിയാണ് ഇതിൻ്റെ ഈ ഒരു ചെവരിന് വരുന്ന വീതി. ഇതിനപ്പുറം നേരെ കടൽ, ഇങ്ങോട്ട് ഈ സൈഡെല്ലാം കടലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ അറ്റത്തുള്ള കാഴ്ച. ഇനി അങ്ങോട്ട് വഴിയുണ്ടെന്ന് അറിഞ്ഞൂടാ, എന്തായാലും നമുക്ക് ഇതുവരെ വരാൻ പറ്റും. അട്ടയും ഉണ്ടല്ലേ ക്ലേ, അട്ട ഇഷ്ടം പോലെ. ഇവിടുത്തെ അവിടെ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലാണ്. കടൽ ഇത് അടുത്തൊരു സ്ഥലമാണ്. നമുക്ക് പറഞ്ഞ പോലെ നേരത്തെ അതിൻ്റെ ഏറ്റവും എൻഡ് ഇതല്ല, അതിന് ശേഷം വഴി പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കടൽ തന്നെയാണ്. ഇത്ര സ്പേസും കൂടെ ഉള്ളൂ, അവിടെ ഇറങ്ങാനുള്ള വഴി കാണും. എന്തായിരുന്നാലും ഇവിടെ നിന്ന് കാണുന്നതാണ് കുറച്ചും കൂടെ മനോഹരം. ഈ പാറക്കെട്ടിലൊക്കെ മീൻ പിടിക്കാൻ 1, 2, 3 പേര് ഇപ്പോൾ തന്നെ ലൈവായിട്ടുണ്ട്. അങ്ങോട്ടും പാറക്കെട്ടുകളാണ്, ഇങ്ങോട്ടും നമ്മുടെ കടലിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇത്രയും വൈഡായിട്ടുള്ള വ്യൂ ബാക്കി കൊട്ടാരത്തിൻ്റെ, ചൈനയിലെ വൻമതിൽ പോലെ ഇങ്ങനെ കൊട്ടാരത്തിലെ ഈ കോട്ടയുടെ മതിലുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സൈഡിലോട്ട് അതെ അങ്ങനെ കിടക്കുകയാണ്. അടിപൊളി. എന്തായാലും ഇവിടെ നിന്ന് കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കടൽ കാഴ്ചകളും കാണാം, കോട്ടയുടെ കാഴ്ചകളും കാണാം. കോട്ടയുടെ ഉൾവശ കാഴ്ചകൾ വളരെ മനോഹരമാണ്. കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് ചുറ്റിക്കറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏരിയ വിശാലമായിട്ടുള്ള ഏരിയ. പിന്നെ കോട്ടയുടെ ഭാഗം അല്ലാത്ത പിന്നീട് വന്ന കെട്ടിടങ്ങളും കാണാൻ പറ്റും. എന്തായിരുന്നാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി അടുത്തൊരു സ്പോട്ടിലോട്ട്. ഇനിയും കുറേ ദൂരം അങ്ങ് നടക്കാനുണ്ട് നമുക്ക് വന്ന വഴി എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും നടന്ന് നമ്മൾ തിരിച്ചു പോകണേ. ഇതോ അവിടെ മയിൽ പീലി വിടർത്തി നിൽക്കുന്നുണ്ട്, വേറെ അടുത്തുണ്ടെന്നാണ് പറയണത്. എവിടെ? അവിടെ നിൽക്കുന്നല്ലേ, അതിപ്പോൾ പോകുന്നു കേട്ടോ. അവിടെയുണ്ട് ഇഷ്ടം പോലെ മയിൽ, ഇതിനകത്തുണ്ട് ഇഷ്ടം പോലെ മയിൽ. അടച്ചു വെച്ച് ഇവിടെ ഉണ്ട്. ഇവിടെ ദോ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ യാത്രയിൽ തന്നെ കുറേ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കണ്ടിരുന്നത്. അതാ ഇല്ല, അണച്ചില്ല. മയിൽ അവിടെ ഉണ്ട്, പക്ഷേ സംഭവം എല്ലാം അടച്ചു വെച്ചു. അന്നേരം പോവാം. നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. ഇതുപോലെ തന്നെയാണ് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട് ഈ കോട്ടയ്ക്കകത്ത്. കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട്. മയിലുണ്ട്, ഇഷ്ടം പോലെ മയിലുണ്ടോ. ഇതാ വിളിക്കുന്നു. അവിടെ ഈ മരത്തിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, വലിയൊരു ആൺമയിൽ ഇരിപ്പുണ്ട്.
എവിടെ ഇരിപ്പുണ്ട് അടുത്ത് മിക്കവാറും അത് അങ്ങോട്ട് പോകും. അടുത്താ പോണം ഓടുന്നു. ഇവിടെ അങ്ങനെ വീണെങ്കിൽ കാണും. ഒന്ന് പറിച്ചെടുക്കുന്ന പാവ, പറിച്ചെടുക്കാൻ കിട്ടേയില്ല. അല്ലെങ്കിൽ ഇതോ പോകുന്നു. പറക്കുന്ന കാണാനും ഭയങ്കര രസമാണ്. ഹെലികോപ്റ്റർ പോലെ പോകും. ഇതുകൊണ്ട് കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ കാണാം. ബൈ.